ഹലോ എവരിവൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ ഇന്ന് നമ്മൾ PSC കെമിസ്ട്രിയുടെ സിലബസ് ആയ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ആ സിലബസിലുള്ള കാര്യം എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, എക്സ്ട്രാ ടൈം കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുക, സിലബസിന് ഔട്ട്സൈഡിലോട്ടുള്ള ഏരിയ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും? അപ്പം ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, ദ്രവ്യങ്ങൾ എന്താണ്. ദ്രവ്യങ്ങൾ അഥവാ മാറ്റർ എന്ന് പറയുന്നതാണ്. മാറ്റർ വളരെ ഈസിയാണ്. ഏതൊരു വസ്തുവിനാണോ ഭാരമുള്ളത്, അതിനിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലം ആവശ്യമുള്ളത്, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ്രവ്യങ്ങൾ അഥവാ മാറ്റർ എന്ന് പറയുന്നത്. അതായത് ഞാൻ എന്നൊരു വസ്തു, എനിക്ക് എൻ്റെതായ ഒരു ഭാരമുണ്ട്, എനിക്കിരിക്കാൻ ആവശ്യമായ ഒരു സ്ഥലം ആവശ്യമാണല്ലേ. ഞാൻ എന്താണ്, ദ്രവ്യമാണ്. നിങ്ങളും എന്താണ്, നിങ്ങളും ദ്രവ്യമാണല്ലേ. ഈ ഒരു വൈറ്റ് ബോർഡ് നോക്കിക്കേ. ഈ വൈറ്റ് ബോർഡിന് എന്താണ്, ഇതിന് ഇതിൻ്റെതായ ഒരു ഭാരമുണ്ട്, അത് ഇരിക്കാൻ ആവശ്യമായ ഒരു സ്ഥലവും ആവശ്യമാണ്. ഇയാൾ എന്താണ്, ദ്രവ്യമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു മാർക്കർ എന്താണ്, അയാളും ദ്രവ്യമാണല്ലേ. ഇനി നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്താൽ ആ വെള്ളത്തിനും എന്തുണ്ട്, അതിൻ്റെതായ ഭാരമുണ്ട്, അതിനിരിക്കാൻ ആവശ്യമായ ഒരു സ്ഥലവും ആവശ്യമാണല്ലേ. അയാളും എന്താണ്, ദ്രവ്യമാണ്. അത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ആളുകളെല്ലാം എന്താണ്, ദ്രവ്യമാണ്. അപ്പം ദ്രവ്യം എന്താണെന്ന് പറഞ്ഞു, ഏതൊരു വസ്തുവിനാണ് ഭാരമുള്ളത്, അതിനിരിക്കാൻ ആവശ്യമായ സ്ഥലം ആവശ്യമുള്ളത്, അവരാണ് എന്ത്, ദ്രവ്യങ്ങൾ എന്ന് പറയുന്നത്. ദ്രവ്യങ്ങൾ പല അവസ്ഥയിലാണ് നിലകൊള്ളുന്നത് കേട്ടോ, പല അവസ്ഥയിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു 7 അവസ്ഥയാണ്. അതിലൊന്നാണ് ഖരം, അതായത് നമ്മൾ സോൾഡ് എന്ന് പറയും, ഖരം അഥവാ സോൾഡ് എന്ന് പറയും. രണ്ടാമത്തെ ദ്രാവകം അല്ലെ, ലിക്വിഡ് എന്ന് പറയും. വാതകം എന്താണ്, ഗ്യാസ്. പിന്നീടുള്ളതാണ് പ്ലാസ്മ. അഞ്ചാമത്തെയാണ് ബോസ് എയ്ൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ആറാമത്തെയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏഴാമത്തെയാണ് ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. എന്തൊക്കെയാണ്, ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ് എയ്ൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇങ്ങനെ ഈ ഒരു 7 പ്രധാന അവസ്ഥകളിലാണ് നമുക്ക് ദ്രാവകങ്ങളെ കാണാൻ പറ്റുന്നത്. ഇവരെ പറ്റി വിശദീകരിച്ച് എന്ത് ചെയ്യും, നമ്മൾ വേറൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും പറ്റിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ദ്രവ്യം എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ അറിയേണ്ടത്, പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ദ്രവ്യങ്ങൾ ഉണ്ടാകുന്നത്. പദാർത്ഥം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് ആണ് കേട്ടോ, സബ്സ്റ്റൻസസ്. അപ്പോൾ പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നാണ് ദ്രവ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. മൂലകങ്ങളും സംയുക്തങ്ങളും കൂടിച്ചേർന്നാണ് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. എന്താണ് മൂലകങ്ങൾ, എലമെന്റ്സ് ആണ്. എന്താണ് എലമെന്റ്സ്? എന്താണ് സംയുക്തം, കോമ്പൗണ്ട്സ് ആണ്. അപ്പം എലമെന്റ്സും കോമ്പൗണ്ട്സും, മൂലകങ്ങളും സംയുക്തങ്ങളും കൂടിച്ചേർന്നാണ് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടാകുന്നത്, ദ്രവ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ അറിയേണ്ടത് എന്താണ് എലമെന്റ്സ്, അല്ലെങ്കിൽ എന്താണ് മൂലകങ്ങൾ, അല്ലെങ്കിൽ എന്താണ് കോമ്പൗണ്ട്സ്, എന്താണ് സംയുക്തങ്ങൾ എന്ന് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ എന്താണ് എലമെന്റ്സ് അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നോ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നവരാണെന്ത്, എലമെന്റ്സ് അഥവാ മൂലകങ്ങൾ. ഒന്നോ ഒരേപോലെ ഉള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടിച്ചേർന്ന ആളുകളാണെന്ത്, മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മുടെ പീരിയോഡിക് ടേബിൾ നമുക്ക് കുറേ എലമെന്റ്സുകളാണ്, എല്ലാം എലമെന്റ്സ് ആണല്ലേ. അതിൽ ഉദാഹരണം നമ്മൾ കുറച്ചെടുത്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സോഡിയം എടുക്കും, Na, പൊട്ടാസ്യം, കാൽസ്യം, കോപ്പർ, ഓക്കെ, മഗ്നീഷ്യം, ഇവരെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാം പ്രധാനമായിട്ട് ഒരാറ്റമായിട്ടാണ് നിലകൊള്ളുന്നത്. സോഡിയം ആറ്റമാണ്, പൊട്ടാസ്യം ആറ്റമാണ്, കാൽസ്യം ആറ്റമാണ്, കോപ്പർ ആറ്റമാണ്, മഗ്നീഷ്യം ആറ്റമാണ്. എന്നാൽ ചില എലമെന്റ്സുകൾ നമുക്ക് പീരിയോഡിക് ടേബിളിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് അയഡിൻ, I2, അതായത് ഒന്നിൽ കൂടുതലുള്ള 2 ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. I+I ആണെന്ത്, I2. പക്ഷെ രണ്ടുപേരുടെ പ്രത്യേകത ഒരേ ആറ്റങ്ങളാണല്ലേ, അയഡിൻ്റെ തന്നെ ആറ്റങ്ങളാണ്. I+I, അങ്ങനെ ഒന്നോ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നവരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എലമെന്റ്സുകൾ അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, അയഡിനുണ്ട്, ബ്രോമിനുണ്ട്, ക്ലോറിനുണ്ട്, ഫ്ലൂറിനുണ്ട്, ഓക്സിജനുണ്ട്, നൈട്രജനുണ്ട്, ഹൈഡ്രജനുണ്ട്. അപ്പം ഇവരെ ഒരു 8 മൂലകങ്ങളാണ് എന്ത്, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ത്, ആ ഒരു ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ മൂലകങ്ങൾ ചേർന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു
8 എലമെന്റ്സ് ആണ്. സൾഫർ S8 ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ മെയിനായിട്ട് 2 ആറ്റങ്ങൾ കൂടി ചേർന്നവരെയാണ് ഫോക്കസ് ചെയ്യുന്നത്. 2 ആറ്റങ്ങൾ കൂടി ചേർന്നവർ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാനായിട്ട് ഈ ഒരു മൂലകങ്ങൾ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് ഈ ഒരു മൂലകങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ട്രിക്ക് ഉണ്ട്. അത് വേറൊന്നുമല്ല, ഐ ബ്രിങ് clay for our new house. I bring clay for our new house എന്ന് ഓർത്തു വെച്ചാൽ ഐ എന്താണ് അയഡിൻ, ബ്രിങ് എന്താണ് ബ്രോമിൻ, ക്ലേ എന്താണ് ക്ലോറിൻ, ഫോർ എന്താണ് ഫ്ലൂറിൻ, അവർ എന്താണ് ഓക്സിജൻ, ന്യൂ എന്താണ് നൈട്രജൻ, ഹൗസ് എന്താണ് ഹൈഡ്രജൻ. അങ്ങനെ ഒരു 8 എലിമെന്റ് ആണ് എന്ത് ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റമായിട്ട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞ സൾഫർ ഉണ്ട് S8 ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ 2 ആറ്റങ്ങൾ കൂടിച്ചേർന്നവരെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു എന്താണ് എലമെന്റ്സ് എന്ന് പഠിച്ചു. ഒന്നോ ഒരേപോലുള്ള ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ കൂടിച്ചേർന്നവരാണെന്ത് മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സ്. അപ്പൊ നിങ്ങൾ അറിയണം എന്താണ് സംയുക്തം എന്നറിയണ്ടേ. എന്താണ് സംയുക്തം എന്നറിയണം. സംയുക്തം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഉദാഹരണത്തിന് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തു, CO2 എടുത്തു. ഇത് ശ്രദ്ധിച്ച് ഇതിൽ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ട്, പക്ഷെ അവരെന്താണ് വ്യത്യാസമാണ്, ഡിഫറൻ്റ് ആണ് അല്ലേ. ഒരു കാർബണും 2 ഓക്സിജനും ചേർന്നാണ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഒന്നിൽ കൂടുതൽ വ്യത്യാസമുള്ള ആറ്റങ്ങൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റങ്ങൾ കൂടി ചേരുന്നവരാണെന്ത് സംയുക്തങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഒന്നോ ഒരേപോലുള്ള ആറ്റങ്ങൾ കൂടിച്ചേരുന്നവരാണ് മൂലകങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ആറ്റങ്ങൾ കൂടിച്ചേരുന്നവരാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി നിങ്ങൾ സൾഫ്യൂരിക് ആസിഡ് എടുത്താൽ അത് H2SO4 ആണ്. അതായത് 2 ഹൈഡ്രജനും 1 സൾഫറും 4 ഓക്സിജനും ചേർന്ന H2SO4. ഒന്നിൽ കൂടുതൽ വ്യത്യസ്ത ആറ്റങ്ങൾ ഉണ്ട്, അവരെന്താണ് ഒരു സംയുക്തമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, ഒരു 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് സംയുക്തം. നിങ്ങൾക്ക് ചോദിക്കാം ഹൈഡ്രജൻ ചോദിക്കാം, നൈട്രജൻ ചോദിക്കാം, ഓക്സിജൻ ചോദിക്കാം, കാർബൺ ഡൈ ഓക്സൈഡ് ചോദിക്കാം. ഏതാണ് സംയുക്തം? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സംയുക്തം. കാരണം എന്താണ് ഒന്നിൽ കൂടുതൽ വ്യത്യസ്തമായ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നവരാണെന്ന് സംയുക്തങ്ങൾ അഥവാ കോമ്പൗണ്ട്സ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ അടുത്ത അറിയേണ്ടത് എന്താണ് തന്മാത്ര എന്നുള്ളതാണ്. ഈ പറഞ്ഞവരെല്ലാവരും മോളിക്യൂളാണ് അല്ലെങ്കിൽ തന്മാത്രയാണ്. ഈ പറഞ്ഞവരെല്ലാവരും തന്മാത്രകളാണ്. അതായത് ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? തന്മാത്ര എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് പക്ഷേ ഇവരാരും നമ്മൾ ഇതിൽ തന്മാത്ര എന്ന് വിളിക്കത്തില്ല. കാരണം അവർ ഒരാറ്റമേ ഉള്ളൂ, അവരെന്താണ് വിളിക്കുന്നത്? ആറ്റം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ഉള്ളവരെല്ലാം തന്മാത്ര അല്ലെങ്കിൽ നമ്മൾ മോളിക്യൂൾ എന്ന് തന്നെ വിളിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാർബൺ ഡൈ ഓക്സൈഡ് അതും ഒരു മോളിക്യൂൾ തന്നെയാണ് കേട്ടോ. H2SO4 എന്താണ്? ഒരു മോളിക്യൂൾ തന്നെയാണ്. അവരെന്താണ്? എലമെന്റ് അല്ല, എന്താണ്? സംയുക്തമാണ്. മൂലകങ്ങളല്ല, സംയുക്തമാണ്. പക്ഷെ അവരെന്താണ്? തന്മാത്ര തന്നെയാണ്. അപ്പം ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ വരുന്നതിനെ എല്ലാം നമ്മൾ എന്താണ് വിളിക്കുന്നത്? മോളിക്യൂൾ എന്നാണ് വിളിക്കുന്നത്. ഒരേപോലുള്ളവർ വരുവാണെങ്കിൽ അവരെ എന്ന് വിളിക്കും? മൂലകങ്ങൾ എന്ന് വിളിക്കും. വ്യത്യസ്തമായിട്ട് വരുന്നവരെ എന്ന് വിളിക്കും? സംയുക്തങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് തന്മാത്ര അല്ലെ? എന്താണ് തന്മാത്ര? അപ്പോഴും തന്മാത്രയെ പറ്റിയിട്ട് PSCക്ക് മുമ്പ് ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നു. തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ അല്ലെ, മോളിക്യൂൾ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന അടിസ്ഥാന യൂണിറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? തന്മാത്രയാണ്. എന്നാൽ ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റങ്ങൾ എന്ന് അറിഞ്ഞിരിക്കണം. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന അടിസ്ഥാന യൂണിറ്റ് ആണെന്ത്? തന്മാത്ര എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. തന്മാത്രകൾ കൂടിച്ചേർന്നാണ് മൂലകങ്ങളും സംയുക്തങ്ങളും ഉണ്ടാകുന്നത്. അവർ കൂടിച്ചേർന്നാണ് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. പദാർത്ഥങ്ങൾ കൂടിച്ചേർന്നാണ് ദ്രവ്യം ഉണ്ടാകുന്നത്. ഈ ഒരു ഫോർമാറ്റ് കറക്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഇത്തിരി കൺസെപ്റ്റ് വൈസ് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ളത് ആറ്റത്തെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ആറ്റത്തെ ഫോക്കസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ആറ്റത്തെ ഫോക്കസ് ചെയ്യുമ്പോൾ ആദ്യം അറിയേണ്ടത് ഒരു ഇന്ത്യൻ തത്വചിന്തകനെ പറ്റിയാണ്. വേറെ ആരുമല്ല, കണാദനാണ്. ആരാണ്? കണാദൻ. കണാദൻ എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് പരമാണു എന്ന ആശയം കൊണ്ടുവന്ന ഇന്ത്യൻ തത്വചിന്തകനാണ് ആര്? കണാദൻ. പരമാണു എന്ന ആശയം കൊണ്ടുവന്ന ഇന്ത്യൻ തത്വചിന്തകനാണ് ആര്? കണാദൻ.
എന്നാൽ ആറ്റം എന്ന ആശയം കൊണ്ടുവന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഡെമോക്രിറ്റസ് ആണെന്ന് പറയണം. എന്താണ് ഡെമോക്രിറ്റസ്? അപ്പം ആശയവും സിദ്ധാന്തവും തമ്മിൽ വ്യത്യാസമാണ്. ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു തിങ്കിങ് മാത്രമാണ് അല്ലേ? അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ആ ഒരു ആറ്റത്തെ പറ്റി നിങ്ങൾ ഓർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, ഒരു ഇന്ത്യൻ തത്വചിന്തകൻ പരമാണു എന്ന ആശയം കൊണ്ടുവന്ന ഇന്ത്യൻ തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ കണാദനാണ്. ആറ്റം എന്ന ആശയം കൊണ്ടുവന്ന ഗ്രീക്ക് തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെമോക്രിറ്റസ് ആണ്. നിങ്ങൾ അടുത്ത് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് ഓസ്റ്റ്വാൾഡ് എന്ന് പറയുന്നത്. ഓസ്റ്റ്വാൾഡ്. അപ്പം ഓസ്റ്റ്വാൾഡ് എന്ന് പറയുന്ന ആളാണ് ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ആളാണ്. ആരെന്ന് പറയുന്നത് ഓസ്റ്റ്വാൾഡ്. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ആളാണ്, ആ ഒരു പേര് നൽകിയ ആളാണെന്ത്? ഓസ്റ്റ്വാൾഡ്. അപ്പം ഓസ്റ്റ്വാൾഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അതാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്നാണ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. അപ്പം ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് പറയുന്നത് അമോണിയെ ഓക്സീകരണത്തിന് വിധേയമാക്കിയതിനു ശേഷം നൈട്രിക് ആസിഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് എന്ത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് പറയുന്നത്. അമോണിയെ ഓക്സീകരണത്തിന് വിധേയമാക്കിയതിനു ശേഷം നൈട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത അറിയേണ്ട ഒരാളുടെ പേരാണ് ജോൺ ഡാൾട്ടൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ അറിയപ്പെടുന്നത് ആറ്റത്തിന്റെ പിതാവ് എന്നാണ്. ആരെ അറിയപ്പെടുന്നത്? ജോൺ ഡാൾട്ടനെ അറിയപ്പെടുന്നത് ആറ്റത്തിന്റെ പിതാവ് എന്നറിയപ്പെടും. പരമാണുവിന്റെ പിതാവ് എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ഇനി അറ്റോമിക സിദ്ധാന്തം കണ്ടുപിടിച്ചത്, അറ്റോമിക് തിയറി കണ്ടുപിടിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അപ്പം ആറ്റത്തിന്റെ പിതാവ് ജോൺ ഡാൾട്ടൺ ആണ്. അറ്റോമിക് സിദ്ധാന്തം കണ്ടുപിടിച്ചതും ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ്. അപ്പോൾ അറ്റോമിക് സിദ്ധാന്തം കൊണ്ടുവന്ന വർഷം 1807 ആണ് കേട്ടോ. SCRT ടെസ്റ്റ് പ്രകാരമാണ് 1807. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. SCRT ടെസ്റ്റ് പ്രകാരമാണ് 1807. +1 സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്ററിൽ 1808 ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. മറ്റ് റെഫറൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് 1808 ആണ്. പക്ഷെ നമ്മുടെ സിലബസ് SCRT പ്രകാരം ആയതുകൊണ്ട് എന്ത് ചെയ്യുക? 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്നത് എന്ന് ഓർക്കുക. ഇനി അടുത്ത നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അറ്റമോസ് എന്ന പദം. ആറ്റം എന്ന വാക്ക് അറ്റോമസ്, അതായത് ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിന്റെ അർത്ഥം വേറൊന്നുമല്ല, ഇൻഡിവിസിബിൾ എന്നാണ്, വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. എന്തിന്റെ അർത്ഥം? അറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം. അടുത്ത നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം കൂടെ, എന്താണ് വർണ്ണാന്തത. ആ സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, അറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്ന ജോൺ ഡാൾട്ടന് ഉള്ള ഒരു അസുഖമായിരുന്നു എന്ത്? ഡാൾട്ടണിസം അഥവാ വർണ്ണാന്തത എന്ന് പറയും, കളർ ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു അസുഖം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ അറിയേണ്ടത്. എന്താണ് ആറ്റം എന്ന് പറയുന്നത്? നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു പേരാണ് കണാദൻ എന്നുള്ളത്. എന്താണ് കണാദൻ? പരമാണു എന്ന ആശയം കൊണ്ടുവന്ന ഇന്ത്യൻ തത്വചിന്തകനാണ് ആര്? കണാദൻ. എന്നാൽ ആറ്റം എന്ന ആശയം കൊണ്ടുവന്ന ഗ്രീക്ക് തത്വചിന്തകനാണ് ഡെമോക്രിറ്റസ്. ഇനി ആറ്റം എന്ന പദം നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? ഓസ്റ്റ്വാൾഡ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. എന്താണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ? എന്താണ്? അമോണിയെ ഓക്സീകരണം വഴി എന്താക്കി മാറ്റുന്നു? നൈട്രിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രക്രിയ. അതാണ് എന്ത്? ഓസ്റ്റ്വാൾഡ് പ്രക്രിയ എന്ന് അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട പേര് പറഞ്ഞു ജോൺ ഡാൾട്ടൺ ആണ്. എന്താണ്? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ഈ അറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. കൊണ്ടുവന്ന വർഷം 1807 ആണ് SCRT പ്രകാരം എന്ന് മനസ്സിലാക്കണം. ഇനി അറ്റോമോസ് എന്ന ഈ ഗ്രീക്ക് പദം, അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്. ഇനി അടുത്തത് വർണ്ണാന്തത. ആ സമയത്ത് ഡാൾട്ടന് ഉണ്ടായിരുന്ന ഒരു അസുഖമാണ് എന്ന് പറയുന്നത് വർണ്ണാന്തത അഥവാ ഡാൾട്ടണിസം എന്ന് പറയും. അതായത് കളർ ബ്ലൈൻഡ്നെസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഠിപ്പിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് ഈ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന്റെ ആശയങ്ങളാണ്. പ്രധാനപ്പെട്ട 6 ആശയങ്ങളുണ്ട്. അപ്പൊ PSCക്ക് എന്ത് ചെയ്യാം? ആ 6 ആശയങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് തന്നിട്ട് എന്ത് ചെയ്യാം? ആ ഒരു തെറ്റായ സാധനം കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം, തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങളാണ്. നമ്മൾ പറഞ്ഞു ഡാൾട്ടൻ അല്ലെ, ആറ്റത്തിന്റെ പിതാവാണ് ജോൺ ഡാൾട്ടൺ.
അറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്ന ആളാണ് ജോൺ ഡാൾട്ടൺ. ആ കൊണ്ടുവന്ന വർഷം SCERT പ്രകാരം 1807 ആണെന്ന് മനസ്സിലാക്കി. ഇനി ആ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ, ഒരു 6 ആശയങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. PSC എന്ത് ചെയ്യും, ആ ആശയങ്ങൾ തന്നിട്ട് അതിൽ ഒരെണ്ണം തെറ്റിച്ച് തന്നിട്ട് തെറ്റായ ആശയം ഏത് എന്ന് ചോദിക്കാം, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്ന് ചോദിക്കാം. അപ്പം ഒന്നാമത്തെ ഇതാണ് ആശയം: എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ കണികകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, എല്ലാ പദാർത്ഥങ്ങളും, നമ്മൾ ആ ഒരു ഓർഡർ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്, അല്ലേ? രണ്ടാമത്തെ ആശയമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. അത് ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അറ്റോമോസ് എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ പഠിച്ചു, എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ്, അല്ലേ? അതുപോലെ തന്നെ അവരെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്നാണ് ആര് പറയുന്നത്? ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം അനുസരിച്ച് പറയുന്നത്. ഇനി മൂന്നാമത്തെ ആശയം: ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു സോഡിയം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സോഡിയം ആറ്റങ്ങൾ എല്ലാം എന്ത് തന്നെയായിരിക്കും? ഒരു എലമെന്റ് ആണല്ലേ സോഡിയം, അല്ലേ? ആ ഒരു സോഡിയം എലമെന്റിലെ എല്ലാ ആറ്റങ്ങളും എന്തായിരിക്കും? അതിന് ഒരേ ഗുണമായിരിക്കും, ഒരേ വലിപ്പമായിരിക്കും, ഒരേ മാസ് ആയിരിക്കും. ഓക്കെ, ഒരേ മൂലകങ്ങൾ എടുക്കുകയാണെങ്കിൽ. പക്ഷെ വ്യത്യസ്ത മൂലകങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ സോഡിയവും പൊട്ടാസ്യം എടുത്തു. സോഡിയം പൊട്ടാസ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ്? അതിൻ്റെ ആ സൈസ് വ്യത്യാസമാണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് സോഡിയം എന്ന് പറയുന്നത് നോക്കുമ്പോൾ എന്താണ്? ആ പൊട്ടാസ്യത്തിൻ്റെ ആറ്റങ്ങളെല്ലാം എന്ത് ചെയ്യും? ഒരേ ഗുണങ്ങളും ഒരേ വലിപ്പവും ഒരേ മാസും കാണിക്കും. പക്ഷെ സോഡിയവും പൊട്ടാസ്യം കൂടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? രണ്ട് വ്യത്യസ്ത മൂലകങ്ങളാണ്, അല്ലേ? രണ്ട് വ്യത്യസ്ത മൂലകങ്ങൾ എന്തായിരിക്കും? വ്യത്യാസപ്പെട്ട എന്തായിരിക്കും? ഗുണത്തിലും വലിപ്പത്തിലും മാസിലും അവർ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. അതായത് ഒരേ ടൈപ്പ് മൂലകങ്ങളുടെ എന്താണ്? ഗുണവും വലിപ്പവും മാസും സെയിം ആയിരിക്കും. വ്യത്യസ്ത തരത്തിലുള്ള മൂലകങ്ങളുടെ ഗുണവും വലിപ്പവും മാസും വ്യത്യാസമായിരിക്കും. അത് തന്നെയാണ് നാലാമത്തെ ആശയം പറയുന്നത്: വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവരായിരിക്കും. അതാണ് നാലാമത്തെ ആശയം. അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. നമ്മൾ ആറ്റത്തിന്റെ ഡെഫിനിഷൻ പഠിച്ചായിരുന്നു നേരത്തെ, അല്ലേ? അത് തന്നെയാണ് ആ ഒരു PSCക്ക് ചോദിച്ചു നമ്മൾ പറഞ്ഞത്. എന്താണ്? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ അറിയേണ്ട ലാസ്റ്റ് ഒരു ആശയമാണ്: രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾ വാട്ടർ മോളിക്യൂൾ എടുത്തു. എന്താണ് വാട്ടർ മോളിക്യൂൾ? എന്താണ്? H2O ആണല്ലേ? വാട്ടർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ H2O ആണ്. അപ്പൊ നിങ്ങൾ H2O എടുത്താൽ നിങ്ങൾക്ക് പറയാം 2 ഹൈഡ്രജൻ ഉണ്ട്, 1 ഓക്സിജൻ ഉണ്ട്, അല്ലേ? അതായത് ഒരു 2:1 എന്ന് പറയുന്ന ലളിതമായ അനുപാതത്തിലാണ് എന്ത്? രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ, അല്ലേ? ആറ്റങ്ങൾ. ഓക്കെ, അവര് ലളിതമായ അനുപാതത്തിലാണ് സംയോജിക്കുന്ന സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അതായത് എന്താണ്? ഒരു കോമ്പൗണ്ട് ആണ്, സംയുക്തമാണ്. അപ്പോൾ ഒരു സംയുക്തത്തിന് ആ മൂലകങ്ങളുടെ അനുപാതം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലളിതമായ അനുപാതമായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ NH3 അമോണിയ എടുത്തു കഴിഞ്ഞാൽ അമോണിയത്തിൽ എന്താണ്? 1:3 ആണ് ആര് തമ്മിലുള്ള അനുപാതം? നൈട്രജനും ഹൈഡ്രജനും തമ്മിലുള്ള അനുപാതം എന്ന് മനസ്സിലാക്കുക. ഇനി H2SO4 എടുത്തു കഴിഞ്ഞാൽ, സൾഫ്യൂരിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 2:1:4 ആണ് എന്തെന്ന് പറയുന്നത്? ഹൈഡ്രജനും സൾഫറും ഓക്സിജനും തമ്മിലുള്ള ആ ഒരു ലളിതമായ അനുപാതം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 6 ആശയങ്ങളാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, വിഭജിക്കാൻ കഴിയില്ല. അവരെ നിർമ്മിക്കാനും നശിപ്പിക്കാനും സാധ്യമല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ആശയം. മൂന്നാമത്തെ ആശയം: ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം എന്തായിരിക്കും? ഗുണത്തിലും വലിപ്പത്തിലും മാസിലും എന്തായിരിക്കും? സമാനമായിരിക്കും. ഗുണത്തിലും വലിപ്പത്തിലും മാസിലും എന്തായിരിക്കും? സമാനമായിരിക്കും. എന്നാൽ വ്യത്യസ്ത മൂലകങ്ങൾ എടുത്താൽ അവർ എന്ത് വ്യത്യാസമായിരിക്കും? അവർ ഗുണത്തിലും വലിപ്പത്തിലും മാസിലും ഒക്കെ എന്തായിരിക്കും? അവർ വ്യത്യാസമായിരിക്കും. അഞ്ചാമത്തെ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും ചെറിയ കണികയാണെന്ത്? ആറ്റം. ആറാമത്തത്, രണ്ടോ അതിലധികമോ മൂലകങ്ങളുള്ള ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്, കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്, അല്ലേ? ഇവരെല്ലാം എന്താണ്? സംയുക്തങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇവരെല്ലാം സംയുക്തങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം
നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് അവസാനം ചോദിക്കാം, രണ്ടോ അതിലധികമോ മൂലകങ്ങളിലെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ചാണ് ആറ്റങ്ങൾ ഉണ്ടാവുന്നതെന്നൊക്കെ ചോദിക്കാം. അതായത് ഇവിടെ സംയുക്തങ്ങൾ ഉണ്ടാവുന്നതാണ് സ്റ്റേറ്റ്മെന്റ്. പക്ഷെ അവർക്ക് തെറ്റിച്ചെന്ത് ചെയ്യാം, ആറ്റങ്ങൾ ഉണ്ടാവുന്നതൊക്കെ ചോദിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കൺഫ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു 6 ആശയങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ഏരിയയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സയന്റിസ്റ്റുകളുടെ പേരും അവരുടെ കണ്ടുപിടുത്തങ്ങളുമാണ് നമ്മൾ അടുത്തത് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട 10 ശാസ്ത്രജ്ഞരുടെ പേരും അവരെ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടുപിടുത്തവും SCERT ടെസ്റ്റിൽ ഉള്ള കാര്യങ്ങളാണ്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു പാർട്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ശാസ്ത്രജ്ഞരുടെ പേരാണ് നമ്മൾ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനകത്ത് നമുക്ക് ഒന്നും കളയാനില്ല എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട 3 പോയിന്റ് ആണുള്ളത്. പ്രധാനപ്പെട്ട 3 പോയിന്റ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങളെ വേർതിരിക്കാം എന്ന് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങളെ വേർതിരിച്ച വ്യക്തി ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. അതിൽ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ബോറോൺ എന്നീ മൂലകങ്ങളൊക്കെയാണ് അദ്ദേഹം വേർതിരിച്ചത്. ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്, ദ്രാവകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിനെ പറ്റി പഠനം നടത്തിയ വ്യക്തിയാണ് സർ ഹംഫ്രി ഡേവി. ദ്രാവകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിനെ പറ്റി പഠനം നടത്തിയ വ്യക്തിയാണ് ആര്? സർ ഹംഫ്രി ഡേവി. മൂന്നാമത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഒരു പദാർത്ഥത്തിൽ 2 തരം ചാർജുകൾ ഉണ്ടെന്നും അവ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളാണെന്നും പറഞ്ഞ വ്യക്തി ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. 3 പോയിന്റുകൾ. ഒന്നാമത്തെ പോയിന്റ്, വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും മൂലകങ്ങളെ വേർതിരിച്ച വ്യക്തി ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതിനെ പറ്റി പഠനം നടത്തിയ വ്യക്തി ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ പോയിന്റ്, ഒരു പദാർത്ഥത്തിൽ 2 തരം ചാർജ് ഉണ്ടെന്നും അവ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളാണെന്നും പറഞ്ഞ വ്യക്തി ആരാണ്? സർ ഹംഫ്രി ഡേവിയാണ്. ആ ഒരു മൂന്നാമത്തെ പോയിന്റിന് മുമ്പ് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഇനി രണ്ടാമത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ. അപ്പൊ മൈക്കിൾ ഫാരഡയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, വൈദ്യുതിയുടെ പിതാവാണ് ആര്? മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ ആ ഒരു സമയത്ത് സർ ഹംഫ്രി ഡേവിയുമായി ചേർന്നാണ് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ മൈക്കിൾ ഫാരഡേ ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുന്നതിനെ പറ്റിയുള്ള പഠനം തന്നെയാണ് നടത്തിയിരുന്നത്. അപ്പൊ അദ്ദേഹം കണ്ടെത്തിയ ഒരു കാര്യമാണ്, ദ്രാവക പദാർത്ഥങ്ങളിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് അതിന്റെ ഘടകങ്ങളാക്കി മാറ്റാൻ കഴിയും. അതായത് വൈദ്യുതി ഉപയോഗിച്ച് ദ്രാവക പദാർത്ഥങ്ങളെ അതിന്റെ ഘടകങ്ങളാക്കി മാറ്റാൻ കഴിയും എന്ന് ആര് കണ്ടെത്തി? മൈക്കിൾ ഫാരഡേ കണ്ടെത്തി. അതിനെ അദ്ദേഹം ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞു. എന്താണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറഞ്ഞു? പിന്നീട് അദ്ദേഹം അതിന്റെ നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു, അതിനെ വൈദ്യുത വിശ്ലേഷണ നിയമം എന്ന് വിളിച്ചു. അപ്പം മൈക്കിൾ ഫാരഡയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട 3 പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വൈദ്യുതിയുടെ പിതാവ്. രണ്ടാമത്തെ പോയിന്റ്, സർ ഹംഫ്രി ഡേവിയുടെ ഒപ്പം അല്ലെ ദ്രാവകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്നതിനെ പറ്റി പഠനം നടത്തിയ വ്യക്തി തന്നെയാണ് ആര്? മൈക്കിൾ ഫാരഡേ. മൂന്നാമത്തെ പോയിന്റ്, ദ്രാവക പദാർത്ഥങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അവർ അവരുടെ ഘടകങ്ങളായി മാറുമെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? മൈക്കിൾ ഫാരഡേ ആണ്. അദ്ദേഹം അതിനെ വിളിച്ച പേരാണ് ഇലക്ട്രോളിസിസ് അഥവാ വൈദ്യുത വിശ്ലേഷണം എന്ന് വിളിച്ചു. പിന്നീട് കൊണ്ടുവന്ന ആ നിയമത്തിന് പറഞ്ഞ പേരെന്താണ്? വൈദ്യുത വിശ്ലേഷണ നിയമം എന്ന് പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഗ്ലീസർ എന്ന ശാസ്ത്രജ്ഞൻ. ഹെൻറിച്ച് ഗ്ലീസർ. ഹെൻറിച്ച് ഗ്ലീസറിനെ പറ്റി പറയുമ്പോൾ 1857 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവറുമായിരുന്ന ഹെൻറിച്ച് ഗ്ലീസറാണ് ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബുകൾക്ക് രൂപം നൽകിയത്. ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബുകൾക്ക് രൂപം നൽകിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഗ്ലീസർ. ഏത് വർഷം? 1857.
അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട് ഹെൻറിച്ച് ഗ്ലീസറിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഗ്ലാസ് ബ്ലോവർ എന്ന് പറഞ്ഞു അല്ലേ. ഗ്ലാസ് ബ്ലോവർ എന്ന് പറഞ്ഞാൽ ഗ്ലാസുകൾ നിർമ്മിക്കാൻ അത്രയും കഴിവുള്ള, അത്രയും വൈവിധ്യം നേടിയ ആളാണ് എന്നാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകും എന്ന് പറഞ്ഞ വ്യക്തിയാണ് സർ ഹംഫ്രി ഡേവി. എന്നാൽ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹെൻറിച്ച് ഗ്ലീസർ. അപ്പോൾ ഹെൻറിച്ച് ഗ്ലീസറിനെ പറ്റി പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഒന്ന്, വാക്വം ട്യൂബ് അഥവാ ഡിസ്ചാർജ് ട്യൂബുകൾക്ക് രൂപം നൽകിയ വ്യക്തിയാണ് ആര്? ഹെൻറിച്ച് ഗ്ലീസർ. വർഷം 1857. രണ്ടാമത്തെ പോയിന്റ്, വാതകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കും എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഹെൻറിച്ച് ഗ്ലീസർ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ ഒരു വാക്വം ട്യൂബ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാക്വം ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഒരു കുപ്പിയില്ലേ, ഒരു ഗ്ലാസ് കുപ്പി പോലെ ഇരിക്കുന്ന ഒരു ട്യൂബ് തന്നെയാണ് എന്ന് പറയുന്നത് വാക്വം ട്യൂബ് അഥവാ ഡിസ്ചാർജ് ട്യൂബ് എന്നറിയപ്പെടുന്നത്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ രണ്ട് വശങ്ങളും എന്താണ്? ക്ലോസ്ഡ് ആണ്. രണ്ട് വശങ്ങളും ക്ലോസ്ഡ് ആണ്. എന്നിട്ട് ഈ ട്യൂബിനെ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ബാറ്ററിയുടെ രണ്ട് വശങ്ങളുണ്ടല്ലോ, ഒരു നെഗറ്റീവ് വശമുണ്ട് ബാറ്ററിക്ക്, ഒരു പോസിറ്റീവ് വശമുണ്ട്. അപ്പം ഈ രണ്ട് അറ്റങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ബാറ്ററിയുമായിട്ട് അവർ കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്താണ് അവരെന്ത് ചെയ്യുന്നത്? ആ പരീക്ഷണങ്ങൾ നടത്തുന്നത്. അപ്പം ഗ്ലാസ് ബ്ലോവർ ആയിരുന്ന ഹെൻറിച്ച് ഗ്ലീസർ ആണ് ഈ ഒരു ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബിന് ആദ്യമായി രൂപം നൽകിയത് എന്ന് ഓർക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, വാതകങ്ങൾ അല്ലെ, വാതകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കും എന്ന് പറഞ്ഞ വ്യക്തിമാരാണ്? ഹെൻറിച്ച് ഗ്ലീസർ ആണ്. ഇനി അടുത്ത നമുക്കറിയേണ്ട നാലാമത്തെ വ്യക്തിയാണ് ജൂലിയസ് പ്ലക്കർ. ജൂലിയസ് പ്ലക്കർ പറഞ്ഞത് ഒരു താഴ്ന്ന മർദ്ദത്തിലാണ്, ഒരു കുറഞ്ഞ മർദ്ദത്തിലാണ് വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ജൂലിയസ് പ്ലക്കർ. അതിന് കാരണം നമ്മൾ പറഞ്ഞു നേരത്തെ വാക്വം ട്യൂബ് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഈ ഒരു ഹെൻറിച്ച് ഗ്ലീസറും ജൂലിയസ് പ്ലക്കറും ഒരുമിച്ചാണ് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. അപ്പൊ ഇതിലൊരു വാക്വം ട്യൂബ് എന്ന് പറയാൻ കാരണം ഈ ഒരു കുപ്പിയിൽ ഒരു ചെറിയ ഹോളുണ്ട്. ആ ഹോളിൽ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വാക്വം പമ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലുള്ള എയർ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ വാക്വം പമ്പ് താഴേക്ക് വലിക്കുന്നുണ്ട്. അതായത് ഉള്ളിൽ വളരെ പ്രഷർ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ വാക്വം ട്യൂബ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ചാർജ് ട്യൂബ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ജൂലിയസ് പ്ലക്കർ പറയുന്നത് ഒരു താഴ്ന്ന മർദ്ദം, ഒരു ലോ പ്രഷറിലാണ് ഒരു വാതകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്നത് എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ജൂലിയസ് പ്ലക്കർ ആണ് അല്ലെ. അതിനെ അദ്ദേഹം വൈദ്യുതി ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നു കേട്ടോ. അതിനെയാണ് വൈദ്യുതി ഡിസ്ചാർജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ജൂലിയസ് പ്ലക്കർ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മർദ്ദത്തിന് താഴെ നമ്മളൊരു ഡിസ്ചാർജ് ട്യൂബിലൂടെ വൈദ്യുതി, ഒരു ഡിസ്ചാർജ് ട്യൂബിൽ ഗ്യാസ് ഉണ്ടല്ലേ, ആ ഡിസ്ചാർജ് ട്യൂബിനെ നമ്മൾ വൈദ്യുതി കടത്തി വിടുകയാണെങ്കിൽ ആ ഒരു ഡിസ്ചാർജ് ട്യൂബിന്റെ വശങ്ങളിലായി നമുക്ക് ഒരു തിളക്കം കാണാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു തിളക്കം കാണാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു തിളക്കം കാണാൻ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഗ്ലോ ചെയ്യാവുന്ന, ഒരു തിളക്കം സംഭവിക്കാവുന്ന സിങ്ക് സൾഫൈഡ് പോലുള്ള ഒരു ഫ്ലൂറസന്റ് മെറ്റീരിയൽ വെച്ചത് കൊണ്ടാണ് ആ തിളക്കം അദ്ദേഹത്തിന് കാണാൻ പറ്റിയതെന്ന് മനസ്സിലാക്കണം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ ഇവിടെ തിളക്കം കാണൂല. അതിലൂടെ എന്തോ പാസ് ചെയ്യുമ്പോൾ അതിൽ തട്ടുമ്പോൾ ആ സിംഗിൾ സൾഫൈഡ് എന്ന ആ ഒരു ഫ്ലൂറസന്റ് മെറ്റീരിയൽ തട്ടുമ്പോഴാണ് അത് എന്ത് ചെയ്യുന്നത്? പ്രകാശിക്കുന്നത്, തിളക്കം നൽകുന്നതെന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് അദ്ദേഹം ചെയ്ത ഒരു കാര്യം, ജൂലിയസ് പ്ലക്കർ ചെയ്ത വേറൊരു കാര്യമാണ്, ഈ ഒരു ഡിസ്ചാർജ് ട്യൂബിന്റെ അടുത്തായിട്ട് എന്ത് ചെയ്തു? ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചു. അതിന്റെ സൗത്ത് പോൾ ഇതാണെങ്കിൽ അതിന്റെ നോർത്ത് പോൾ ഇതാണ്. അങ്ങനെ അദ്ദേഹം ഒരു മാഗ്നറ്റ് കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ തിളക്കം നേരത്തെ ഇവിടെ ആയിരുന്നു ഉണ്ടാവുന്നതെങ്കിൽ, ഈ തിളക്കം ഇതിന്റെ ഈ വശത്തായിരുന്നു ഉണ്ടാവുന്നതെങ്കിൽ, ഈ മാഗ്നറ്റ് വെച്ച സമയത്ത് എന്ത് ചെയ്തു? ഈ കാന്തം വെച്ച സമയത്ത് ആ തിളക്കം അത് വേറൊരു വശത്തേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ജൂലിയസ് പ്ലക്കർ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ജൂലിയസ് പ്ലക്കർ ഹെൻറിച്ച് ഗ്ലീസറുമായാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്നത്. അദ്ദേഹം പറഞ്ഞെന്ന് ഒരു താഴ്ന്ന മർദ്ദത്തിൽ ആണ് വാതകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത്. അതിനെ വൈദ്യുതി ഡിസ്ചാർജ് എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഡിസ്ചാർജ് സംഭവിക്കുന്ന സമയത്ത് ഒരു മർദ്ദം വളരെ കുറവാണെങ്കിൽ ആ ഒരു ഡിസ്ചാർജ് ട്യൂബിന്റെ വശത്തായിട്ട് ഒരു തിളക്കം കാണുന്നതായി കണ്ടു. ആ തിളക്കം കാണാനായിട്ട് അവർ പ്രത്യേകതരം ഫ്ലൂറസന്റ് കോട്ടിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, സിംഗിൾ സൾഫൈഡ് പോലുള്ള കോട്ടിങ്ങുകൾ.
പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു കാന്തം നമ്മൾ ആ ഒരു ഡിസ്ചാർജ് ട്യൂബിന് അടുത്തേക്ക് നമ്മൾ കൊണ്ടുവെക്കുമ്പോൾ ഓക്കെ ഇതിലൂടെ ആണ് അല്ലേ, ഇതിലൂടെ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ബാറ്ററി ഉപയോഗിക്കുമ്പോൾ ഏതോ ഒരു വസ്തു പ്രവഹിക്കുന്നത്, അവരെന്താണെന്ന് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനൊരു സാധനം പ്രവഹിക്കുന്നുണ്ട്. അവർ പറഞ്ഞു ഒരു കാന്തം വെച്ചപ്പോൾ ഇവിടെ ഉണ്ടായ ആ ഒരു തിളക്കം അതിന്റെ വശങ്ങളിലേക്ക് മാറി എന്നാണ് ആര് കണ്ടെത്തിയത്, ജൂലിയസ് ഫ്ലെക്കർ കണ്ടെത്തിയത്. ഇനി അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് വില്യം ക്രൂക്സിനെ പറ്റിയാണ്. ആരെ പറ്റിയാണ്, വില്യം ക്രൂക്സ്. 1875 നമ്മുടെ ഹെൻറിച്ച് ഗ്ലീസർ നിർമ്മിച്ച ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബ് അല്ലെ, ഹെൻറിച്ച് ഗ്ലീസർ നിർമ്മിച്ചതാണ് ഡിസ്ചാർജ് ട്യൂബ്, വാക്വം ട്യൂബ്. അത് 1875 വില്യം ക്രൂക്സ് എന്ത് ചെയ്തു, നവീകരിച്ചു. ഓക്കെ, അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി. ആര്, നമ്മുടെ വില്യം ക്രൂക്സ്. അതായത് ഇതായിരുന്നു നമ്മുടെ ആരുടെ സെറ്റപ്പ്, നമ്മുടെ ഹെൻറിച്ച് ഗ്ലീസറിന്റെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇങ്ങനെ ആയിരുന്നു അല്ലെ. എന്നാൽ നമ്മുടെ വില്യം ക്രൂക്സ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിൻ്റെ അകത്ത് രണ്ട് മെറ്റലിന്റെ പീസുകൾ ഇൻസേർട്ട് ചെയ്തു, അതിൽ ഒന്നിനെ കാഥോഡ് എന്ന് വിളിക്കും, കാഥോഡ്, അടുത്തതിനെ ആനോഡ് എന്ന് വിളിക്കും. അങ്ങനെ 1875 വില്യം ക്രൂക്സ് നമ്മുടെ ഹെൻറിച്ച് ഗ്ലീസർ ഉണ്ടാക്കിയ ഡിസ്ചാർജ് ട്യൂബിനെ എന്ത് ചെയ്തു, നവീകരിച്ചു. അതിന് ചെറിയൊരു വ്യത്യാസം വരുത്തി അതിലേക്ക് കാഥോഡ് മെറ്റലും ആനോഡ് മെറ്റലിന്റെ ഓരോ പീസുകൾ വെച്ചു. അതിനുശേഷം അദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയതിന്റെ ഫലമായിട്ട് അദ്ദേഹം കാഥോഡ് രശ്മികൾ അഥവാ കാഥോഡ് റേസിന്റെ സവിശേഷതകളെ പറ്റി പഠിച്ചു. കാരണം ഇവിടെ അദ്ദേഹം കണക്ട് ചെയ്തത് എന്താണ്, ഒരു മെറ്റലാണ്, ഒരു കാഥോഡ് എന്ന് പറയുന്ന ഒരു മെറ്റലാണ്. അപ്പൊ ഇതിലൂടെ ഒരു ബാറ്ററി കടത്തി വിട്ടപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് ഒരു രശ്മി ഉണ്ടാവുന്നതായിട്ട് കണ്ടു. അതിനെയാണ് അദ്ദേഹം കാഥോഡ് രശ്മികൾ എന്ന പേര് കൊടുത്തത്. അത് ആദ്യം കാഥോഡിലൂടെയാണ് പ്രവഹിക്കുന്നത് അല്ലെ, അതുകൊണ്ട് അദ്ദേഹം അതിനെ കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചു. ഓക്കെ, എന്നിട്ട് ആ യൂസ് ചെയ്ത ആ ഒരു ട്യൂബിൽ അദ്ദേഹത്തിന്റെ സെറ്റപ്പ് ആ കാഥോഡും ആനോഡും ഇൻസേർട്ട് ചെയ്ത് പുതിയതായിട്ട് അദ്ദേഹം നവീകരിച്ച ആ ഒരു ട്യൂബിന് അദ്ദേഹം കാഥോഡ് റേ ട്യൂബ് എന്നൊരു പേര് കൊടുത്തു. കാഥോഡ് റേ ട്യൂബ് നമ്മുടെ SCRT അതിനെ CRT എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. CRT, കാഥോഡ് റേ ട്യൂബ് എന്ന പേര് കൊടുത്തു. അപ്പൊ നിങ്ങൾ വില്യം ക്രൂക്സ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് 1875 നമ്മുടെ ഹെൻറിച്ച് ഗ്ലീസർ രൂപീകരിച്ച ഡിസ്ചാർജ് ട്യൂബിനെ നവീകരിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെ പറ്റി പഠിച്ചു. അപ്പൊ അദ്ദേഹം നടത്തിയ ആ ഒരു അപ്പാരറ്റസ്, ആ ഒരു സെറ്റപ്പിന് കാഥോഡ് റേ ട്യൂബ് എന്നാണ് പറയുന്നത്. കാരണം അതിൻ്റെ അകത്ത് അദ്ദേഹം എന്ത് കൊണ്ടുവന്നു, ഒരു കാഥോഡിന്റെ ഒരു മെറ്റൽ കഷ്ണവും ഒരു ആനോഡിന്റെ ഒരു മെറ്റലിന്റെ കഷ്ണവും എക്സ്ട്രാ എന്ത് ചെയ്തു, കൊണ്ടുവന്നു. ആരിൽ നിന്നും, ഹെൻറിച്ച് ഗ്ലീസറിൽ ഇല്ലാത്തതായിട്ട് പുതിയ രണ്ട് കാര്യങ്ങൾ ആര് കൊണ്ടുവന്നു, നമ്മുടെ വില്യം ക്രൂക്സ് കൊണ്ടുവന്നു. അപ്പം കാഥോഡ് റേ ട്യൂബ് നിർമ്മിച്ച വ്യക്തി ആരാണ്, വില്യം ക്രൂക്സ് ആണ്. എന്നാൽ ഡിസ്ചാർജ് ട്യൂബ് അഥവാ വാക്വം ട്യൂബ് ഉണ്ടാക്കിയത് ആരാണ്, ഹെൻറിച്ച് ഗ്ലീസർ ആണ്. ഇനി വില്യം ക്രൂക്സ് നിർമ്മിച്ച ഈ ഒരു കാഥോഡ് റേ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് J.J. തോംസൺ ഇലക്ട്രോണുകളെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വില്യം ക്രൂക്സിന്റെ ഈ നവീകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയാം. ഇനി അടുത്ത നിങ്ങൾ അറിയേണ്ടതാണ് യുഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. യുഗൻ ഗോൾഡ്സ്റ്റീൻ എന്ന ശാസ്ത്രജ്ഞനെ പറ്റിയിട്ട്, യുഗൻ ഗോൾഡ്സ്റ്റീൻ. അപ്പൊ നമ്മൾ പറഞ്ഞു വില്യം ക്രൂക്സ് എന്ത് ചെയ്തു, ഇവിടെ കാഥോഡ് എടുത്തു, ഇവിടെ ആനോഡ് എടുത്തു. എന്നാൽ ഗോൾഡ്സ്റ്റീൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ്സ്റ്റീൻ ഈ രണ്ട് സാധനങ്ങളെ തിരിച്ചു. അതായത് അദ്ദേഹം ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അദ്ദേഹം കാഥോഡിനെ കൊണ്ടുവന്നു, ഇവിടെ എന്ത് ചെയ്തു, ആനോഡിനെ കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ കാഥോഡിനെ കൊണ്ടുവന്നു, ഇവിടെ ആനോഡിനെ കൊണ്ടുവന്നു. ആര്, നമ്മുടെ യുഗൻ ഗോൾഡ്സ്റ്റീൻ. അപ്പം ഇവിടെ ആനോഡിനെ കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന രശ്മികളെ നമുക്ക് എന്ത് വിളിക്കാം, ആനോഡ് രശ്മികൾ എന്ന് വിളിക്കാം അല്ലെ, ആനോഡ് രശ്മികൾ. അപ്പോഴൊരു ഡിസ്ചാർജ് ട്യൂബിൽ ഉള്ള വാതകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്നതിന്റെ ഫലമായിട്ട് ആനോഡിന്റെ രശ്മികൾ ഉണ്ടാകുന്നു. അവയ്ക്ക് പോസിറ്റീവ് ചാർജ് ആണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്, യുഗൻ ഗോൾഡ്സ്റ്റീൻ. വളരെ എളുപ്പമാണ്. ഗോൾഡ്സ്റ്റീൻ എന്താണ്, ആനോഡാണ് ഇവിടെ വെച്ചത്. അതുകൊണ്ട് അദ്ദേഹം എന്താണ് കണ്ടെത്തിയത്, എന്തിനാണ് പരീക്ഷണം നടത്തിയത്, ആനോഡ് രശ്മികളിലാണ് പരീക്ഷണം നടത്തിയത്.
ഓക്കെ, ആനോഡ് വെച്ചു. അതുകൊണ്ട് ആനോഡ് രശ്മികളിൽ പരീക്ഷണം നടത്തി. ഇനി ആനോഡ് രശ്മികൾക്ക് പോസിറ്റീവ് ചാർജ് ആണെന്നും ആര് പറഞ്ഞു? നമ്മുടെ യുഗൻ ഗോൾഡ്സ്റ്റീൻ പറഞ്ഞു. എന്നാൽ വില്യം ക്രൂക്സ് ഇവിടെ കാഥോഡ് ആയിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കാഥോഡ് രശ്മിയുടെ സവിശേഷതകളാണ് ആര് പഠിച്ചത്? വില്യം ക്രൂക്സ് പഠിച്ചത്. അങ്ങനെയാണ് നിങ്ങൾ അത് ഓർത്ത് വെക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പം യുഗൻ ഗോൾഡ്സ്റ്റീൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എന്താണ് ഒരു ഡിസ്ചാർജ് ട്യൂബിലൂടെ വൈദ്യുതി കടത്തി വിടുമ്പോൾ അവിടെ ആനോഡ് രശ്മികൾ ഉണ്ടാകുന്നു, അവർക്ക് പോസിറ്റീവ് ചാർജ് ആണ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? യുഗൻ ഗോൾഡ്സ്റ്റീൻ ആണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത നമ്മൾ അറിയേണ്ട ഒരു ശാസ്ത്രജ്ഞനാണ് വില്യം റോങ്സ്റ്റൺ. വില്യം റോങ്സ്റ്റൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 1895 നവംബർ 8 എക്സ്റേ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്? നമ്മുടെ വില്യം റോങ്സ്റ്റൺ. അപ്പൊ വില്യം റോങ്സ്റ്റൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. എക്സ്റേ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആര്? വില്യം റോങ്സ്റ്റൺ. വില്യം റോങ്സ്റ്റൺ ചെയ്തത്, ഈ ഒരു സെറ്റപ്പിൽ വില്യം റോങ്സ്റ്റൺ ചെയ്ത വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വില്യം റോങ്സ്റ്റൺ നമ്മുടെ വില്യം ക്രൂക്സ് എടുത്തതുപോലെ ഇവിടെ എന്താണ് എടുത്തത്? ഇവിടെ കാഥോഡും ഇവിടെ ആനോഡുമാണ് എടുത്തത്. ഇവിടെ കാഥോഡും ഇവിടെ ആനോഡുമാണ് ആരെടുത്തത്? നമ്മുടെ വില്യം റോങ്സ്റ്റൺ എടുത്തത്. കാഥോഡും ആനോഡും എടുത്തു. എന്നിട്ട് ഇദ്ദേഹം ഇതിൽ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ ഒരു രശ്മി കടന്നു പോകുന്നതിന് ശേഷം അതിലേക്ക് ഒരു അലൂമിനിയത്തിന്റെ മെറ്റൽ വെച്ചു. അലൂമിനിയത്തിന്റെ മെറ്റൽ. അപ്പോൾ ഒരു അലൂമിനിയത്തിന്റെ മെറ്റൽ വെച്ചപ്പോൾ ആ അലൂമിനിയത്തിൽ തട്ടി പുറത്തേക്ക് പുതിയ കുറച്ച് കിരണങ്ങൾ ഉണ്ടാകുന്നത്, കുറച്ച് രശ്മികൾ ഉണ്ടാകുന്നത് ആര് മനസ്സിലാക്കി? നമ്മുടെ വില്യം റോങ്സ്റ്റൺ മനസ്സിലാക്കി. അതായത് അലൂമിനിയത്തിന്റെ മെറ്റൽ വെച്ചു. ആ കാഥോഡ് രശ്മികൾ പോകുന്ന വഴിക്ക് എന്ത് ചെയ്തു? ഒരു അലൂമിനിയത്തിന്റെ മെറ്റൽ വെച്ചു. ആ ഒരു അലൂമിനിയത്തിന്റെ മെറ്റൽ വെച്ചപ്പോൾ അതിൽ നിന്ന് പുതിയ കുറച്ച് രശ്മികൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കി. ആ രശ്മികൾക്ക് അദ്ദേഹം എക്സ്റേ എന്ന് പേരിട്ടു. അങ്ങനെയാണ് എക്സ്റേയുടെ കണ്ടുപിടുത്തം. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ആദ്യമേ ഈ ഒരു ഡിസ്ചാർജ് ട്യൂബ് ആര് കണ്ടുപിടിച്ചു? നമ്മുടെ ഹെൻറിച്ച് ഗീസർ കണ്ടുപിടിച്ചു. അത് ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഓരോരുത്തരും എന്ത് ചെയ്യുന്നത്? മോഡിഫൈ ചെയ്ത കണ്ടുപിടുത്തങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കണം. ആ മോഡിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി അടുത്ത നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു വില്യം റോങ്സ്റ്റൺ 1895 നവംബർ 8 ഈ ഒരു എക്സ്റേ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ ജെ തോംസൺ 1897 ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കുകയാണ്. അതാണ് ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കുകയാണ്. ആര്? ജെ തോംസൺ. അതിന് അദ്ദേഹം ഉപയോഗിച്ച സെറ്റപ്പ് ആരുമായിട്ട് വളരെ സിമിലർ ആണ്. നമ്മുടെ കാഥോഡ് റേ ട്യൂബ് ഉണ്ടാക്കിയ വ്യക്തി ആരാണ്? വില്യം ക്രൂക്സിന്റെ സെറ്റപ്പുമായിട്ട് വളരെ സിമിലർ ആണ്. പക്ഷെ അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങളിലൂടെ ശ്രദ്ധിച്ചു. ആര്? ജെ തോംസൺ. അപ്പൊ അദ്ദേഹം ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജെ തോംസൺ ആണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു കാഥോഡ് ഉണ്ട്, ഇവിടെ ഒരു ആനോഡ് ഉണ്ട് അല്ലേ? അപ്പം എന്ത് ചെയ്തു? ആ ഒരു കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ആ രശ്മികൾ കടന്നു പോകുന്നുണ്ട്. നമ്മളൊരു സിങ്ക് സൾഫൈഡിന്റെ ഒരു ഫ്ലൂറസന്റ് കോട്ടിങ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇതൊരു തിളക്കം നൽകുമെന്ന് പറഞ്ഞു. അപ്പൊ ജെ തോംസൺ എന്തുവാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെ തോംസൺ ഈ ഒരു സെറ്റപ്പിൽ എന്ത് ചെയ്തു? ഇവിടെ ഒരു പോസിറ്റീവിന്റെ ബാറ്ററിയും ഇവിടെ ഒരു നെഗറ്റീവ് ബാറ്ററിയും കണക്ട് ചെയ്തു. ഇങ്ങനെ ഒരു ബാറ്ററിയും കൂടെ കണക്ട് ചെയ്തു. ആര്? ജെ തോംസൺ. അപ്പൊ ഇങ്ങനെ ഒരു ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരേപോലുള്ള ചാർജുകൾ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അല്ലെ? അകന്നു പോകും, അല്ലെ? വ്യത്യസ്ത ചാർജുകൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, ആകർഷിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ഒരു രശ്മി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ഒരു ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ ആ ഒരു രശ്മികൾ ഈ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ടുള്ള അദ്ദേഹം ശ്രദ്ധിച്ചു. അതായത് നേരത്തെ ഇവിടെ ഒരു തിളക്കം ഉണ്ടായിരുന്നത്, ആ ഒരു തിളക്കം മാറി ഈ ഒരു പോസിറ്റീവ് ബാറ്ററി കണക്ട് ചെയ്ത സൈഡിലേക്ക് മാറി ആ ഒരു തിളക്കം. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു പോസിറ്റീവ് ചാർജിനെ ആകർഷിക്കണമെങ്കിൽ അതൊരു നെഗറ്റീവ് പദാർത്ഥമായിരിക്കണം, ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കണം, അല്ലേ? അങ്ങനെയാണ് അദ്ദേഹം എന്ത് മനസ്സിലാക്കിയത്? ഇലക്ട്രോണിന്റെ ചാർജ്, ഇലക്ട്രോൺ എന്നപ്പോൾ നെഗറ്റീവ് കണികയെ മനസ്സിലാക്കിയത് ആര്? ജെ തോംസൺ. അങ്ങനെ ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിയ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് എന്ത്? ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഒരു ബാറ്ററി കണക്ട് ചെയ്തു. അപ്പൊ ഈ കാഥോഡ് രശ്മികൾ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്തു? ആ ഒരു പോസിറ്റീവ് ബാറ്ററിയുടെ സൈഡിലേക്ക് മൂവ് ചെയ്തു. എങ്ങനെ മനസ്സിലായി? നമ്മുടെ സിങ്ക് സൾഫൈഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, അവിടെ തിളക്കം കാരണം എന്ന് മനസ്സിലാവും, നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്തു എന്ന് മനസ്സിലാവും. അങ്ങനെയാണ് ജെ തോംസൺ ഇലക്ട്രോണുകളെ കണ്ടുപിടിക്കുന്നത്. അടുത്ത് നിങ്ങൾ അറിയേണ്ടത് എർണസ്റ്റ് റൂദർഫോർഡിനെ പറ്റിയാണ്. റൂദർഫോർഡ് കണ്ടുപിടിച്ചതാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്?
റൂദർഫോർഡാണ്. ഏർണസ്റ്റ് റൂദർഫോർഡാണ് 1920 അദ്ദേഹം പ്രോട്ടോൺ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസും അദ്ദേഹം തന്നെയാണ് കണ്ടുപിടിച്ചത്. പ്രോട്ടോണും ന്യൂക്ലിയസും ആരാണ് കണ്ടുപിടിച്ചത്? റൂദർഫോർഡാണ് കണ്ടുപിടിച്ചത്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ച ആളാണ് ആരെന്ന് പറയുന്നത്? ജെയിംസ് ചാഡ്വിക് എന്ന് പറയുന്നത്. ന്യൂട്രോൺ കണ്ടുപിടിച്ച ആളാണ് ജെയിംസ് ചാഡ്വിക്. 1932 ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. 1932 ജെയിംസ് ചാഡ്വിക് എന്ത് കണ്ടുപിടിക്കുന്നത്? ന്യൂട്രോൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ. എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾ? നമ്മൾ വിളിക്കും സബ് അറ്റോമിക് പാർട്ടിക്കിൾ. അറ്റോമിക കണങ്ങൾ അല്ലേ? സബ് അറ്റോമിക് പാർട്ടിക്കിൾ, അറ്റോമിക കണങ്ങൾ എന്ന് നമ്മൾ പറയും. അവരാണ് ആരൊക്കെ? 1 ഇലക്ട്രോൺ, 2 പ്രോട്ടോൺ, 3 ന്യൂട്രോൺ. അതിൽ ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. ഇനി അടുത്തത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് ഈ സബ് അറ്റോമിക് പാർട്ടികളിൽ, സബ് അറ്റോമിക് കണികളിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ്. ന്യൂട്രോൺ ആണ് ഏറ്റവും വലുത്. ന്യൂട്രോൺ ആണ് ഏറ്റവും വലുത്. പ്രോട്ടോൺ ആണ് അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. ഇലക്ട്രോൺ ആണ് ഏറ്റവും ചെറുത്. ഏറ്റവും വലുത് ആരാണ്? ന്യൂട്രോൺ. ഏറ്റവും ചെറുത് ആരാണ്? ഇലക്ട്രോൺ ആണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും വലുത് ന്യൂട്രോൺ, ഏറ്റവും ചെറുത് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. ന്യൂട്രോൺ എന്തില്ല? ചാർജ് ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ വരുന്നതെന്ന് പറയുന്നത്.